ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഡിജിറ്റൽ ഡയറി. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ടാവും. അത് ചിലപ്പോൾ വുഡ് ആവാം, പ്ലാസ്റ്റിക് ആവാം, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെതാവാം. അപ്പോൾ അതെങ്ങനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാമെന്നും ഡൈനിങ് ടേബിളിൻ്റെ സ്പേസ് കുറവാണെങ്കിൽ അതെങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നും പിന്നെ നമ്മുടെ ജോലി ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡൈനിങ് ടേബിൾ ആക്സസറീസും പരിചയപ്പെടാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ഡൈനിങ് ടേബിൾ എസെൻഷ്യൽ ടേബിൾ കവറാണ്. ഞാനിവിടെ 2 ടൈപ്സ് ഓഫ് ടേബിൾ കവർ കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലത്തെ ഒന്ന് വിരിച്ചു കഴിഞ്ഞാൽ ടൂൾസിൻ്റെ സ്ക്രാച്ചസ് പിന്നെ പെന്നിൻ്റെ മാർക്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് സെക്കൻഡ് ഓപ്ഷനാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോട്ടൻ്റെ ടേബിൾ ക്ലോത്ത് ആണ്. നമുക്ക് ഓൺലൈനൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ടേബിൾ ക്ലോത്തിന്. ഇത് ആക്ച്വലി ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്താൽ നല്ലൊരു എലിഗൻറ്റ് ലുക്ക് കിട്ടും ഡൈനിങ് ടേബിൾ. നേരത്തെ പറഞ്ഞതുപോലെ ഡൈനിങ് ആക്സിഡൻറ്റ്സ് ലൈക്ക് സ്പില്ലേജ്, ടേബിൾ സ്റ്റെയിൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഈ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡൈനിങ് ടേബിൾ എസെൻഷ്യൽ ടേബിൾ റണ്ണറും മാറ്റുമാണ്. ടേബിൾ റണ്ണേഴ്സും മാറ്റും ടേബിൾ ക്ലോത്തിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത് അഗെയിൻ ഫുഡ് കഴിക്കുമ്പോൾ താഴെ പോയാൽ ഡൈനിങ് ടേബിൾ മെസ്സി ആവില്ല. ആ മാറ്റ് മാത്രം എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ചൂടുള്ള പാത്രങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ആ ഡൈനിങ് ടേബിളും ആ ഫുഡിൻ്റെ പ്ലേറ്റും അതും തമ്മിലൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിനെ ഈ മാറ്റ്സ് റണ്ണേഴ്സും പ്രൊട്ടക്റ്റ് ചെയ്യും. ടേബിൾ റണ്ണർ സെറ്റ് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. അപ്പോൾ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇതുപോലത്തെ കോട്ടൻ്റെ ദുപ്പട്ട യൂസ് ചെയ്തിട്ട് ടേബിൾ റണ്ണർ ആക്കാം. നെക്സ്റ്റ് ഐറ്റം കോസ്റ്റേഴ്സ് ആണ്. ഇത് അത്ര നെസസറി ആയ ഐറ്റം ആണെന്ന് ഞാൻ പറയില്ല. നിങ്ങളിപ്പോൾ മാറ്റ്സും ടേബിൾ റണ്ണേഴ്സും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് നിങ്ങൾ ടേബിൾ മാറ്റ്സും പിന്നെ റണ്ണേഴ്സും ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കോസ്റ്റേഴ്സ് എന്തായാലും കൺസിഡർ ചെയ്യണം. ബിക്കോസ് നിങ്ങൾ പെട്ടെന്ന് ചൂടുള്ള ചായയോ പാലോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫേർണിച്ചറിൻ്റെ ലൈഫും ഡ്യൂറബിലിറ്റിയും ഡാമേജ് ചെയ്യും. ഒരുപാട് കോസ്റ്റേഴ്സ് ഓൺലൈൻ അവൈലബിൾ ആണ്. നിങ്ങൾ വാങ്ങുമ്പോൾ ഹാർഡായിട്ടുള്ളതും പിന്നെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ കോസ്റ്റേഴ്സ് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഡൈനിങ് ടേബിളിൽ മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു ഐറ്റമാണ് കട്ട്ലറി സെറ്റ്. 4 ടൈപ്പ് ഓഫ് കട്ട്ലറി സെറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. ആദ്യം ഞാൻ കാണിക്കുന്ന ഒരു ടോൾ റൗണ്ട് ആയിട്ടുള്ള ഒരു കട്ട്ലറി സെറ്റാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ സ്പൂണും ഫോർക്കൊക്കെ ഇതിലിട്ട് വെച്ചാൽ അധികം അഴുക്കും പൊടിയൊന്നും പെടില്ല. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിസിബിലിറ്റി കുറവാണ്. രണ്ടാമത്തേത് വുഡിൻ്റെ ഫിനിഷുള്ള 2 ഡിവിഷനുള്ള കട്ട്ലറി സെറ്റാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് സ്പൂണും ഫോർക്കും ഇട്ട് വെക്കാം, മറ്റേ ഭാഗത്ത് ടിഷ്യൂ പേപ്പറും വെക്കാം. നെക്സ്റ്റ് കാണിക്കുന്ന 2 ഓപ്ഷൻ, നിങ്ങൾക്ക് കട്ട്ലറി സെറ്റ് പർച്ചേസ് ചെയ്യേണ്ട, പക്ഷേ കട്ട്ലറി സെറ്റ് വേണം. നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് ഗ്ലാസിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ മേസൺ ജാർ യൂസ് ചെയ്തിട്ട് അത് കട്ട്ലറി സെറ്റാക്കി മാറ്റാം. നെക്സ്റ്റ് ഐറ്റം ഒരു സെർവിങ് ട്രേ ആണ്. മസ്റ്റായിട്ടും നമ്മുടെ ഡൈനിങ് ടേബിൾ മേൽ വെക്കേണ്ട ഒരു എസെൻഷ്യൽ ഐറ്റമാണ്. പിന്നെ ഡൈനിങ് ടേബിൾ മേൽ ഇതുപോലത്തെ ഒരു ട്രേ ഉണ്ടെങ്കിൽ നല്ലൊരു സ്പെഷ്യൽ ലുക്കും കിട്ടും. പിന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും ഒരു പ്ലേസിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും പറ്റും. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ട്രേയും യൂസ് ചെയ്യാം. ബട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഹാൻഡിലുള്ളത് നോക്കി വാങ്ങുക. അപ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും ക്ലീനിങ്ങിനൊക്കെ വളരെ ഈസി ആയിരിക്കും. നെക്സ്റ്റ് ഐറ്റം ബേസിക് ആണ് ബട്ട് എസെൻഷ്യൽ ആണ്. ഒരു വെള്ളത്തിൻ്റെ ജഗ്. നിങ്ങൾക്ക് കോപ്പറിൻ്റെ ജഗ് യൂസ് ചെയ്യാം, ഗ്ലാസിൻ്റെ ജഗ് യൂസ് ചെയ്യാം, സ്റ്റീലിൻ്റെ ജഗ് യൂസ് ചെയ്യാം. ബട്ട് പ്ലാസ്റ്റിക് ജഗ്സ് അവോയ്ഡ് ചെയ്യുക, അത് ഹെൽത്തിന് അത്ര നല്ലതല്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസും വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് പെട്ടെന്ന് ദാഹം വന്നാൽ അവിടുന്ന് തന്നെ ഡൈനിങ് ടേബിളിലെ സ്പേസിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് കുടിച്ച് നമ്മുടെ ദാഹം മാറ്റാം. നെക്സ്റ്റ് ഐറ്റം നാപ്കിൻസ് ആണ്. നാപ്കിൻസ് അത്ര വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഇങ്ങനത്തെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഗ്യാദറിങ്സും ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ നാപ്കിൻ വെക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ഐറ്റം ഡെക്കേഴ്സ് ആണ്. നമ്മുടെ ഡൈനിങ് ടേബിളിന് ആ ഒരു എലിഗൻസും ചാമും കിട്ടാൻ വേണ്ടിയിട്ട് ഡെക്കർ ഐറ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ഫ്ലവർ വേസ്, കുറച്ച് ഗ്രീനറി, കാൻഡിൽസ്, പിന്നെ ഫാരി ലൈറ്റ്. ഇതൊക്കെ നമ്മുടെ ഡൈനിങ് ടേബിളിന് ഒരു റിച്ച് ലുക്ക് തരും. നമ്മുടെ ഫൈനൽ ഡൈനിങ് ടേബിൾ എസെൻഷ്യൽ ആണ് പ്ലേറ്റ്സ്. ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് മെയിൻ പ്ലേറ്റ്, അതായത് ഫുൾ പ്ലേറ്റ്, പിന്നെ നെക്സ്റ്റ് ക്വാർട്ടർ പ്ലേറ്റ് ആൻഡ് എ ബൗൾ. സോ ഈ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ എല്ലാ ഡിഷും ഇതിൽ സെർവ് ചെയ്ത് കൊടുക്കാം. അടുത്ത വീഡിയോ 3 ways ഓഫ് അറേഞ്ചിങ് ഡൈനിങ് ടേബിൾ ആണ്. ഒന്ന് ഫോർമൽ, ഡെയിലി, പിന്നെ കാഷ്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി.